നാച്ചുറലായിട്ടുള്ള ശ്വാസോച്ഛ്വാസം നടക്കണം. ആ കാര്യം അങ്ങോട്ട് എല്ലാവരും വിട്ടുപോകുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പെശക്. ഈച്ച് ആൻഡ് എവറി മോളിക്യൂലർ പാർട്ട് ഓഫ് ദ ബോഡി മസ്റ്റ് ഗെറ്റ് ദി ഓക്സിജൻ. ഓരോരുത്തർ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് വേണ്ട സ്വഭാവം അനുസരിച്ചാണ് മൃഗങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അല്ല സർ, അത് ചിരിച്ചു. അപ്പം ഞാൻ ചോദിച്ച വണ്ടത്തരാണെന്ന് മനസ്സിലായി. ചുമരില്ലാതെ ചിത്രം എഴുതാൻ പറ്റൂല. നിത്യ യൗവനം കരസ്ഥമാക്കി സമ്പന്നരാകുവിൻ. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഗുരുക്കന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഗുരുക്കന്മാർ ഓരോരുത്തരായിട്ട് ഓർത്ത് പറയുകയാണെങ്കിൽ സാർ എങ്ങനെ? ഇത് കഴിഞ്ഞ് തന്നെ ഒരു ഗുരുവിൻ്റെ അടുത്ത്, ഇത് കണ്ടതല്ലേ, ഗുരുവിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ തന്നെ അടുത്ത് കാരണവന്മാരായിട്ട് വീട്ടുകാരായിട്ട് പരിചയമുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അവർ 3-4 പേരുണ്ട്. അതിലൊരാൾ നല്ല അഭ്യാസിയാണ്. അദ്ദേഹം ഒരു ജിംനേഷ്യം, കെട്ടിടമൊന്നുമില്ല, ഓലയൊക്കെ കെട്ടിമറിച്ച് ചെയ്യണ്ട. അവിടെ പോയി വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ കുറേശ്ശെ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പേര് മാനുവൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കാരണവന്മാരും എൻ്റെ കാരണവന്മാരും ഒക്കെ വലിയ ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ കൊണ്ട് അദ്ദേഹത്തിനും വളരെ ഒരു ഇതുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് ഇത് നമുക്ക് ഗുരുത്വം ഞാൻ സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് ആൾക്കാർ കണ്ടു. അദ്ദേഹത്തിന് കൂടുതൽ യോഗാസനങ്ങളല്ല, ജിംനാസ്റ്റിക്സാണ്. റിങ്സിൽ, ബാറിൽ, അതുപോലെ തന്നെ ഫൈറ്റിങ്സിൽ, അടിതറ, ഇതൊക്കെയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ആളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ഡോക്ടർ രാമൻ നായർ സാറ്, അദ്ദേഹം വെൺകുളം പരമേശ്വരൻ്റെ വലിയ ഫ്രണ്ടാണ്. വെൺകുളം പരമേശ്വരൻ എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ആളാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് നമ്മുടെ കേരളത്തിൽ ഇത് പ്രചരിപ്പിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയത്. അതിനും ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട്, പറഞ്ഞത് കൂടി പോകുമെന്നറിയില്ല. ഇല്ല, ഒരിക്കലും ഇല്ല സാർ. തിരുവിതാംകൂർ രാജഭരണകാലത്ത് അന്നത്തെ മഹാരാജാവ്, അന്ന് CP ആണ് ഭരിക്കണമെന്ന് തോന്നുന്നത്, മറ്റേ ബോംബെയിലാണ് അന്ന് കുവലയാനന്ദ സ്വാമികളെ വരുത്തി. അന്ന് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ യോഗയെക്കുറിച്ചിട്ട് ഒരു പ്രഭാഷണം നടത്തി. അത് കണ്ട് രാജാവിന് വളരെ കേട്ടപ്പോൾ ഇതായി. അങ്ങനെ അദ്ദേഹം തിരുവിതാംകൂറിൽ 1940 യോഗ തുടങ്ങി. അപ്പോൾ അതിനെ ബാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ട് ആണ് വെൺകുളം പരമേശ്വരനെ ഏർപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ട് ആ യോഗയുടെ ഇതിൻ്റെ പരിശുദ്ധി എന്ന് പറയാം, എല്ലാം കണ്ടിട്ടാണ് ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ അന്നത്തെ സെക്രട്ടറിക്ക് ഡയബറ്റിക്കുമായിട്ടുള്ള അസുഖങ്ങളുണ്ടായിട്ട് അതിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വെൺകുളം പരമേശ്വരൻ സാറ് യോഗ ചെയ്ത് അദ്ദേഹത്തിനെ സുഖപ്പെടുത്തി. ശരി. അതിൻ്റെ കെയർ ഓഫിൽ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ 10 ബെഡ് നമ്മളുടെ സംഘടനയ്ക്ക് അനുവദിച്ചു, ചികിത്സാപരമായിട്ട് ഇതിനു വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് അങ്ങോട്ട് യോഗ വലുതായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ തിരുവിതാംകൂറാണ്, അദ്ദേഹം കൊച്ചിയായി, കൊച്ചി ഒന്നിച്ചായി, അദ്ദേഹം കൊച്ചിയും മലബാറുമായി. അങ്ങനെ ഒന്നിച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇരിപ്പ് കേരളം. അപ്പോൾ ആ കാലത്ത് മുതൽ തിരുവിതാംകൂറിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന്, അവിടെ നിന്ന് കേരളത്തിൽ യോഗ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്ഥലത്തും പ്രചരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ ആ മഹാനുഭാവന്മാരെന്ന് പറയാം. കാരണം അവരൊക്കെ നമ്മുടെ പൊതുജനങ്ങളുടെ സേവകന്മാരാണ്. അല്ലെങ്കിൽ അവരിങ്ങനെ ബുദ്ധിമുട്ടി നടക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ കൂടിയൊക്കെ പിന്നീട് നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഞാൻ ഗുരുക്കന്മാരായിട്ട് സ്വീകരിച്ചിരിക്കുക. കാരണം അവരുടെ ആ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം, അങ്ങനെയാണ് ഇതിലേക്ക് ഈ ലെവലിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കണേ. അതാണ് അതിൻ്റെ തുടക്കവും ഇപ്പോഴത്തെ പ്രചരണങ്ങളും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ ഒരുപാട് വളർന്നിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം കിട്ടിയ ആ ഒരു പരിചയത്തിൻ്റെ പേരിൽ എനിക്ക് ഇന്ത്യൻ യോഗ ഫെഡറേഷനിൽ മെമ്പർഷിപ്പ് കിട്ടി. അതായത് 81. ആ ഫെഡറേഷനിൽ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 3ാമത് നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്തിയത് ഇവിടെ സേലത്ത് വെച്ചാണ്.
അവിടെ നമ്മൾ കൊച്ചിയിൽ നിന്ന് പോയി, ഇത് പാർട്ടിസിപ്പൻസായിട്ട് പോയി, കോമ്പറ്റീറ്റേഴ്സായിട്ട് പോയതാണ്. അപ്പോൾ ഈ എൻ്റെ ഗുരുക്കന്മാരിൽ രാമനാശാൻ ഉണ്ടായിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊക്കെ ശീലിച്ചിട്ട് നമുക്ക് കോമ്പറ്റീഷന് കയറിയിട്ട് ഇത് തന്നില്ല. റിസൾട്ട് വന്നപ്പോൾ വേറെ ആൾക്കാർക്കാണ് ഫസ്റ്റ് സെക്കൻഡൊക്കെ. അപ്പോൾ ആകെ സങ്കടമായി. പിന്നെ ഇത്തിരി വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് സംഘാടകർ 2-3 പേര് മറ്റേ സ്റ്റേജിൻ്റെ പുറകിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് ഗായത്രി ചൊല്ലാൻ പറഞ്ഞു. അവർ തമിഴും ഇതൊക്കെയാണ്, ഞാൻ ഭംഗിയായിട്ട് ചൊല്ലി. അപ്പോൾ അവർ എൻ്റെ കാലിൽ തൊട്ട് കൊടുത്തു. അതാണ് രസം. അപ്പോൾ നമ്മളിത് അതിൻ്റേതായ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണേന്നാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ കൽക്കട്ട, ഹെഡ് ഓഫീസ് കൽക്കട്ടയാണ്, അവിടെ നിന്ന് ഒരു ലെറ്റർ വന്നു. യു ഹാവ് ബീൻ സെലക്റ്റഡ് ആസ് എ സർട്ടിഫൈഡ് ജഡ്ജ് ഓഫ് ഇന്ത്യൻ യോഗ ഫെഡറേഷൻ, പ്ലീസ് ഇൻഫോം അസ് യുവർ അക്സെപ്റ്റൻസ് എന്നുള്ളത്. അങ്ങനെ 83 മുതൽ ഫെഡറേഷൻ്റെ സർട്ടിഫൈഡ് ജഡ്ജായി. ഇന്നത്തെ നിലയ്ക്ക് ഞാനാണ് ചീഫ് ജഡ്ജ്. ഇന്ത്യൻ യോഗ ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റായിട്ട് തന്നെ വെച്ചു. ഞാൻ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു മീറ്റിങ്ങിൽ, ജനറൽ ബോഡിയിൽ. കാരണം എല്ലായിടത്തും ഓടി നടക്കണം, നമ്മുടെ പ്രസ്ഥാനം ഉപേക്ഷിച്ചിട്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ജീവിതചര്യയുടെ കാര്യം. അതായത് ഇതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ സത്യസന്ധമായിട്ട് ആ സേവന മനസ്ഥിതിയോട് കൂടി തന്നെ ചെയ്യണം. അതിനുള്ളതാണ് യോഗ എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ ഒരു ചെറിയ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ആ സ്ഥാപനത്തിലേക്കാണ് ഞാനും വരുന്നത്. കാര്യം എന്താ വെച്ചാൽ ഞാൻ നേരിട്ട് വന്നിട്ടുള്ള സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം അവിടെ പല കാര്യങ്ങളും നടക്കുന്നത്. സാധാരണ യോഗ എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അവരുടെ ശരീരപ്രകൃതിക്കും അവരുടെ എന്താണോ അവർക്ക് വേണ്ടത് അതനുസരിച്ചിട്ടാണ് അവിടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ജിമ്മുണ്ട് അല്ലേ, അതുപോലെ തന്നെ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്, നീന്തൽക്കുളമുണ്ട്. അപ്പോൾ നീന്തൽക്കുളത്തിന് ഒരു കഥയുണ്ട്. നമ്മൾ സാധാരണ ഏറ്റവും ആധുനികമായിട്ട് ചെയ്തു വച്ചേക്കുന്ന ഒരു നീന്തൽക്കുളം അല്ല അത്. അത് സ്വാഭാവികമായിട്ട് ഓൾറെഡി ഉള്ളൊരു കുളമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ സ്വിമ്മിങ് ക്ലാസ്സസും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സാറിൻ്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞിട്ട് അതിലേക്ക് വരുന്നതിനോടാണ്. അപ്പം എനിക്കുള്ള കണക്ഷൻ കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാമഹന്മാരായിട്ട് കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ പടയാളികളിലെ സേവകന്മാരായിരുന്നു. അത് തിരുവിതാംകൂറിൽ പെട്ട നമ്മുടെ എടപ്പള്ളി കൊട്ടാരത്തിൽ എടപ്പള്ളി രാജാക്കന്മാർ ആവശ്യപ്പെട്ടിട്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തൊക്കെയാണെന്ന് പറയണു. അങ്ങനെ അവിടെ നിന്ന് അയച്ചു കൊടുത്ത പടയാളികളും സേനാനായകന്മാരുമായിരുന്നു കാരണവന്മാർ. അതിൽ എൻ്റെ അച്ഛൻ വരെ വലിയ തമ്പുരാൻ്റെ, അതായത് രാജാവിൻ്റെ അന്ന് പറയും എന്താണ് അകമ്പടി എന്ന് പറയും, മലയാളം അകമ്പടി, അതായത് ബോഡി ഗാർഡ് ആയിരുന്നു. അതാണ് ഞങ്ങൾക്കുള്ള ആയോധന പരിശീലനത്തിൻ്റെ ആ ഒരു ബേസ്. അപ്പോൾ അവരൊക്കെ സത്യസന്ധമായിട്ടുള്ള കളരിക്കാരായിരുന്നു. അതിൽപ്പെട്ട ഏറ്റവും ആ കണ്ണിയിൽ ലാസ്റ്റുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ഞങ്ങൾ എടപ്പള്ളി രാജാവിൻ്റെ സേവകന്മാരായിട്ടും ഇപ്പോഴും നമുക്ക് ഉള്ളവരും വലിയ റെസ്പെക്റ്റാണ്, അവരൊന്നും മറന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു നമ്മുടെ ആ തലമുറയുടെ ആ ഒരു എന്താണ് ഇങ്ങോട്ട് വന്നതിൻ്റെ ആ പരിചയം കൊണ്ട്, അതിൻ്റെ അനുഗ്രഹം കൊണ്ട്, ആ ഒരു എടപ്പള്ളിയിലാണെങ്കിൽ ഗണപതിയുടെ ആ അനുഗ്രഹം കൊണ്ട് ആണ്, പിന്നെ ഓരോരുത്തരുടെയും നമ്മളോടുള്ള ആ ഒരു റെസ്പെക്റ്റും കൊണ്ടാണ് നമ്മളുടെ കുടുംബം ഇപ്പം അങ്ങനെ അങ്ങോട്ട് പൊങ്ങിയെന്ന് പറയില്ല, അങ്ങനെ അങ്ങോട്ട് നടന്നു പോണത്. അതാണ് ഞങ്ങളുടെ പാരമ്പര്യം. അപ്പോൾ പടയാളികളാണ്, പടത്തലവന്മാരായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇന്നത്തെ കാലത്ത് രാജഭരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പുച്ഛമല്ലേ. കാരണം എന്താ, ഞാനത് പറയാൻ കാരണം അന്ന് ഒരു രാജാവിനെ തൊഴുതാൽ മതി, ഇന്ന് എന്തോരം രാജാക്കന്മാരാണ്. ഇന്ന് കുടുംബത്തിലെ എനിക്ക് തോന്നുന്നു സാറിൻ്റെ മക്കളെല്ലാം പല കാര്യങ്ങളായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സാർ എനിക്ക് കുടുംബത്തിലെ സാറിൻ്റെ ഓരോരുത്തരുടെ പേര് സഹിതം ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. കുടുംബത്തിൽ ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിലെന്ന് പറഞ്ഞാൽ ഞാനുണ്ട്, എൻ്റെ
ഭാര്യയുണ്ട്. പിന്നെ 4 മക്കളാണ് എനിക്ക്. 4 പേരും ആൺമക്കളാണ്. അതിൽ 4 പേരും 4 തുറയിലാണെങ്കിലും എല്ലാവരും ആ മക്കൾ അവർ ചെറുപ്പത്തിൽ തന്നെ നാഷണൽ ചാമ്പ്യന്മാരാണ് യോഗയിൽ. അത് ശരി. നാഷണൽ ചാമ്പ്യൻഷിപ്പിന് ഓരോ സ്ഥലത്തും എന്നോടൊപ്പം വന്നിട്ടുണ്ട്. ഏറ്റവും ഇളയാളാണെങ്കിൽ ചെറിയ വയസ്സുള്ളപ്പോൾ ഇവിടെ ഡൽഹിയിൽ വന്ന് ആദ്യമായിട്ട് ഡൽഹിയിൽ വന്ന പുള്ളിയാണ്. അത് ശരി. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അന്നും അവരൊക്കെ യോഗ ചെയ്യും. അവർ ഇന്ന് ഇളയ ആൾ ഇപ്പോൾ യോഗയിൽ നല്ലൊരു ഗുരുനാഥനാണ്. ഇതിൻ്റെ പേരെന്താണ്? അയാളുടെ പേര് മുകുന്ദകുമാർ എന്ന് പറയും. അയാൾ ഒരു സ്കൂളിൽ ടീച്ചറും കൂടിയാണ്. പിന്നെ അയാളെ അതിൻ്റെ തൊട്ടടുത്ത ആളും ഈ പറഞ്ഞ മാതിരി സുരേഷ് എന്ന് പറയും, സുരേഷ് മേനോൻ. അദ്ദേഹം യോഗയിൽ തന്നെ ശീലിച്ചിട്ട് യോഗ മാസ്റ്ററാണ്. നാഷണൽ വന്നിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ മൂത്താൾ ഉദയകുമാർ എന്ന് പറയും. അയാൾ നമ്മുടെ പാരമ്പര്യത്തിന് രാജ്യസേവനത്തിന് പോയി. അതായത് എയർഫോഴ്സിൽ ജോലി കിട്ടി. അതും അവിടെ നിന്ന് റിട്ടയറായി വന്ന് 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിട്ട് നാട്ടിലുണ്ട്. ബാങ്കിൽ ജോലിയുണ്ട്. അപ്പം തന്നെ ടെസ്റ്റൊക്കെ എഴുതി പാസ്സായിട്ട് അങ്ങനെ ജോലിയുണ്ട്. ഇപ്പോഴും വെറുതെ ഇരിക്കാൻ നേരമില്ല. അതിൻ്റെ മൂത്താൾ ഇപ്പോൾ നമ്മുടെ ഈ പുതിയ ഇതുണ്ടല്ലോ, മൊബൈൽ കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ബിസിനസ്സിൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എയർടെല്ലിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലാണ്. ഇടയ്ക്ക് 3 സോണിൻ്റെ ചാർജാണ്. അപ്പോൾ അയാളിപ്പോഴും യാത്രയാണ്. പേര്? അയാളുടെ പേര് മാധവ മേനോൻ. അപ്പോൾ ഇങ്ങനെയാണ് 4 പേര്. പിന്നെ അവരുടെയൊക്കെ ഭാര്യമാർ. എനിക്ക് പെൺകുട്ടികളെ ആരുമില്ല. പക്ഷേ അവർക്ക് അവരുടെ അച്ഛനേക്കാളിലും മതിപ്പ് എന്നോടാണ്. അങ്ങനെ ഒരു ഈശ്വരാധീനം കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് അവരിലും പലരും നമ്മളെ ഇങ്ങനെ യോഗ പരിശീലിപ്പിക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ക്വാളിഫൈഡ് ആണ്. ഡിപ്ലോമ ഇൻ യോഗ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരാളിപ്പോൾ ഏറ്റവും ഇളയാളുടെ വൈഫും ആയുഷിൻ്റെ ഇതിൽ ചേർന്നിട്ട് അതിനും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു സേവന രംഗത്തേക്ക്. കാരണം ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ സേവനങ്ങൾ കൊടുക്കാൻ പറ്റും. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. നമ്മുടെ അടുത്ത് വരുന്നവർ മനുഷ്യർ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ മാതിരി അദ്ദേഹം ചിക്കാഗോയിൽ പറഞ്ഞത്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. അത് കേട്ടിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് അറിഞ്ഞത്. അത്രയും മഹാമനസ്കത. അപ്പോൾ അങ്ങനെ ഒരു ഈശ്വരാനുഗ്രഹം കൂടി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വളരെ രമ്യമായിട്ട് പോണു. അതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഇത്. അപ്പോൾ ആരുടെ അടുത്ത് ജോലിക്ക് പോകണ്ട. ഇനി നമ്മൾ വീണ്ടും കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഈ എനർജി ചക്രാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോസും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് നമ്മളിപ്പോൾ സാറ് കുറച്ച് മുമ്പ് സഹസ്രാര പത്മം എന്ന് പറഞ്ഞതുപോലെ അതാണ് അൾട്ടിമേറ്റ് എന്നും, മറ്റേ നമ്മൾ താഴെ നിന്ന് തുടങ്ങുന്നുണ്ടെന്നും, ആ സേക്രൽ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന കുറേ ചക്രാസ് നമുക്കുണ്ടെന്ന് ഒക്കെ പറയുന്നത്, അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്? അത് പലരും പല രീതിയിൽ പറയുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ആധാര ചക്രങ്ങൾ എന്നാണ് പറയുന്നത്. എല്ലാം ബേസിക് പോയിന്റ്സ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ. ആധാരചക്രങ്ങൾ 6 എണ്ണം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇതെല്ലാം സ്പൈനൽ കോഡിനെ ബേസ് ചെയ്ത് പറയുന്ന ഓരോ പ്രധാന പോയിൻറ്റ്സാണ് അതൊക്കെ. മൂലാധാരം എന്ന് പറയുമ്പോൾ നമ്മുടെ കോസിക്സ്, നട്ടെല്ലിന് 33 പീസാണ്, അറിയാമല്ലോ. അതിലേറ്റവും താഴത്തുള്ള 3 പീസ് ഒന്നിച്ച് ചേർന്ന് ഒരു പമ്പരം പോലെ ഇരിക്കണം. അതിനാണ് മൂലാധാരം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് സ്പൈനൽ കോഡ് സെൻറ്ററിൽ കൂടി കിടക്കണത്. ആ സ്പൈനൽ കോഡിൻ്റെ ഓരോ പൊസിഷൻ്റെ ബന്ധിപ്പിച്ചിട്ട് പറയുന്നതാണ്. സ്വാധിഷ്ഠാനം ഏതാണ്ട് ലിംഗസ്ഥാനത്തിന് ഉദ്ദേശിച്ചിട്ട് ആ ഭാഗത്ത് വരുന്നത് സ്പൈനൽ കോഡിലാണ്. അത് കഴിഞ്ഞ് മണിപൂരകം നമ്മുടെ പൊക്കിളിനെ അനുബന്ധിച്ചിട്ടുള്ള ആ ഭാഗത്തേക്കാണ്. അനാഹതം
ശ്വാസകോശങ്ങളെ ബന്ധിച്ചിട്ടാണ്. അതിപ്പോൾ ഈ സെൻറ്ററായിട്ട് വരും, രണ്ട് ശ്വാസം കഴിയും. അത് കഴിഞ്ഞ് വിശുദ്ധി തൊണ്ടയിൽ ഇവിടെ വരും. ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ ഭ്രൂമധ്യം, 2 പുരികങ്ങൾ. അതെ. ഇതെല്ലാം വന്നിട്ട് ആ സ്പൈനൽ കോഡിനെ, സുഷുമ്നാ നാഡിയെ അവിടെ ബന്ധപ്പെടുത്തി അതിൻ്റെ സ്ഥാനങ്ങൾ നോക്കിയിട്ടാണ് ഓരോന്നും പറയണത്. അപ്പോൾ ഏറ്റവും വലിയ കാര്യം മണിപൂരകമാണ്. കാരണം നമ്മുടെ പൊക്കിളിൻ്റെ സ്ഥാനമാണത്, പൊക്കിൾ സ്ഥാനം. അവിടെ നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഞരമ്പുകളുടെയും കെട്ടാണ്. അതിൽ കൂടിയാണ് ഒരു ഗർഭസ്ഥ ശിശു ജീവിച്ചു വരുമ്പോൾ ആ പൊക്കിൾ കൂടി വന്ന് ശ്വാസവും രക്തവും എല്ലാം കൂടി കിട്ടുന്നത്. അപ്പോൾ അതിനാണ് വലിയ പ്രാധാന്യം. അപ്പോൾ ഇതാണ് ആധാരചക്രങ്ങൾ. അതിനെ ഓരോ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് ഇതാണ് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ മാത്രം കണക്കാക്കണുള്ളൂ. ഇതല്ലാണ്ട് അത് മുഴുവൻ ഈശ്വരീയമായിട്ട് ദൈവികമായിട്ട് പറയുന്നു. അതാണ് എല്ലാവർക്കും മനസ്സിലാകാത്തത്. അതാണ് ഓരോരുത്തരും എതിർക്കുന്നത്. മനസ്സിലായി. ഇത് ശരിക്കും നമ്മൾ ബാലൻസ് ചെയ്ത് വെക്കണം, ബാലൻസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ സിംറ്റംസ് ഉണ്ടാവും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് ബാലൻസ് അല്ല എന്നറിയാൻ അങ്ങനെ എന്തെങ്കിലും സിംറ്റം ഉണ്ടോ? ബാലൻസ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചലനങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയായിരിക്കില്ല, നമുക്ക് മറവി ഉണ്ടാവും, ചിലർക്ക് എപ്പോഴും തളർച്ചയായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ സംസാരശേഷി ഉണ്ടാവില്ല, ചിലർക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടാവും, ഓട്ടിസം മാതിരി ഉണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിൻ്റേതായിട്ടുള്ള ക്ഷീണം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതിനെല്ലാം ബേസിക്, അതായത് നമ്മൾ ഒരു കിഴങ്ങിൽ നിന്നും വള്ളി പൊട്ടി വരുന്ന മാതിരി ഇതെല്ലാം ഒരേ കിഴങ്ങാണെന്ന് വിചാരിച്ചോളൂ പച്ച മലയാളത്തിൽ. അതിൽ നിന്ന് ഒരേ മുള പൊട്ടിയിട്ട് അതങ്ങനെ പടർന്ന് അതിനോടനുബന്ധിച്ചിട്ടുള്ള ശരീരഭാഗങ്ങൾ അത്രയും ഭംഗിയായിട്ടിരിക്കണം. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഓരോന്നും തന്നെ ബന്ധിപ്പിച്ച് അന്നുള്ളവർ ശാസ്ത്രീയമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ നമ്മൾ ഈ പറയുന്ന മാതിരി വെട്ടി തുറന്ന് പറയൂല. അതാണ് ഇവിടെ കാര്യം. പിന്നെ ചിലരെ ഇതുണ്ടാകുമ്പോൾ അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാവൂ എന്ന് ഒരു ആപ്തവാക്യമുണ്ട്. അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഇല്ലാത്ത അവരാണ്ടം മുഴുവൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് അന്നുള്ളവർ ഓരോ കാര്യങ്ങൾ മുഴുവനായിട്ട് പറഞ്ഞു കൊടുക്കാത്തത്. അത് തെറ്റു പറയാൻ പറ്റില്ല. നമ്മൾ ഇത്രയും നമ്മൾ ഇപ്പം ഈ പറയണത് നമുക്ക് നിസ്വാർത്ഥമായിട്ട് പറയാനുള്ള ആ ഒരു മനക്കരുത്ത് കിട്ടി, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ അയ്യോ അത് പറഞ്ഞാൽ അങ്ങനെയാവോ, ഞാൻ പറഞ്ഞത് തെറ്റാവുമോ, ഇങ്ങനെയുള്ള ഒരു ഭയപ്പാടുള്ളത് കൊണ്ട് ആരും പറയില്ല. പിന്നൊന്നും ഇത് ഞാൻ പറഞ്ഞില്ലേ, പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാവൂ, ആ ഒരു കൺസെപ്റ്റിലാണ് ഈ വിദ്യകളെല്ലാം മുഴുവൻ പുറത്തേക്ക് വരാഞ്ഞതും പ്രചരിക്കാത്തതും. ഇപ്പം നമ്മൾ ഇത് ഒരു കൃത്യമായിട്ട് യോഗാസനം ഒക്കെ ചെയ്ത് അതിൻ്റേതായ രീതിയിൽ ചെയ്ത് അതിൻ്റെ രീതിയിൽ ശ്വാസം എടുത്ത് അതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ പ്രാണായാമം പഠിച്ച് അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരാൾക്ക് ഇത് ബാലൻസ്ഡ് ആയിരിക്കും. ഒരു തർക്കമില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പം സ്പേസിലേക്ക് ആളെ വിട്ടിട്ടില്ലേ, നിയന്ത്രിക്കുന്നത് ഇവിടെ ഭൂമിയിൽ ഇരുന്നുകൊണ്ടല്ലേ, അത് റിമോട്ട് വെച്ചിട്ടല്ലേ, എന്ത് ബേസിസിലാണ്? ഇതെല്ലാം പാസ് ചെയ്യണ അറ്റ്മോസ്ഫിയറിൽ കൂടിയല്ലേ. ഇപ്പോൾ താങ്കളുടെ കയ്യിലൊരു മൊബൈലുണ്ട്, മറ്റൊരാളുടെ കയ്യിലും മൊബൈലുണ്ട്. ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റും. കാര്യം എന്താ? ഈ അന്തരീക്ഷ വായുവിൽ കൂടിയുള്ള ആ വേവ്സിൻ്റെ ട്രാൻസ്മിഷൻ, അതിനെ നമ്മൾ കയ്യിലെടുത്തിട്ട് അതിനെ തിരിച്ചറിഞ്ഞ് ഇന്ന രീതിയിൽ ഓരോ സ്വിച്ച് അടുപ്പിച്ചല്ലേ. അതുപോലെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഇല്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. ഉള്ള സാധനത്തിനെ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലേ ലോകനീതി. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കറക്റ്റാണ്, ശരിയാണ്. പക്ഷെ അത് സമ്മതിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടാവണം. നമുക്കിപ്പോൾ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ ഓവർലോഡാണല്ലോ എപ്പോഴും. അപ്പോൾ ഒരു കാര്യം തന്നെ പലരും പല രീതിയിൽ പറയുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഡൗട്ട്സ് ഞാൻ ചോദിക്കാൻ കാരണം. അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഭവമാണ് മുദ്രകൾ.
യോഗമുദ്ര എന്നാണ് എല്ലാവരും പറയുന്നത്. അതെ. ശരിക്കും യോഗയ്ക്ക് അങ്ങനെ മുദ്രകളുണ്ടോ? അല്ലെങ്കിൽ ഈ മുദ്രയ്ക്ക് ഈ പറയുന്ന പോലെ ശരിക്കും നമ്മുടെ ശരീരത്തിന് അത്രയ്ക്ക് അങ്ങ് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടോ? 15 മിനിറ്റ് ഈ മുദ്ര പിടിക്കൂ, 2 മിനിറ്റ് ആ മുദ്ര പിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഫർമേഷൻ ഓവർലോഡാണ്. പക്ഷെ എനിക്കിതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം അറിയാത്തത് കൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത് ഇത്. അപ്പം മുദ്രാസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടോ യോഗയിൽ? മുദ്ര എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലും ഓരോ ഭാഗത്തും ഓരോ മാഗ്നറ്റിക് പോയിന്റ്സ് ഉണ്ട്. അതെ. അത് ഓരോന്ന് തമ്മിൽ മുട്ടുമ്പോൾ, അതായത് ഒരു ഇലക്ട്രിസിറ്റി വയർ ചെയ്തിരിക്കുന്നതിൽ ഓരോ സ്വിച്ച് ഉണ്ടാക്കിയാണ്, ആ ഓരോ സ്വിച്ച് ഇടുന്ന മാതിരി ആ പോയിന്റ്സ് തമ്മിൽ മുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേവ്സ് തമ്മിൽ കോണ്ടാക്റ്റായിട്ട് ആ രീതിയിലുള്ള ചലനം കിട്ടും. അപ്പോൾ അതറിഞ്ഞ് ചെയ്താൽ ഓക്കെ. അപ്പോൾ മുദ്ര എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ്, ആ ഓരോ മാഗ്നറ്റിക് പോയിൻറ്റ്സാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. അത് തമ്മിൽ കോർത്തിണക്കി കഴിയുമ്പോൾ, അത് തമ്മിൽ കോണ്ടാക്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ചലനങ്ങൾ തീർച്ചയായിട്ടും ശരീരത്തുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ട്, യോഗയിൽ ധ്യാനം വലിയ കാര്യമാണല്ലോ. അതെ. ആ ധ്യാനത്തിന് വേണ്ടിയിട്ട് പല മെത്തേഡുണ്ട്. അതിൽ ഇതുവരെ ആരും വിവരിച്ചു തരാത്ത ഒരു രീതിയിലുള്ളൊരു ധ്യാനം നമ്മൾ കൊടുക്കുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ, അതിൽ തട്ടിപ്പും ഇതൊന്നുമല്ല. നമ്മുടെ ശരീരത്തിലുള്ള ആ മാഗ്നറ്റിക് പോയിൻറ്റ്സിനെ തമ്മിൽ കോണ്ടാക്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുക കഴിയുമ്പോൾ നമ്മൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ശരിക്ക് ഒരു സമാധി സ്റ്റേജ് കിട്ടും. സമാധി എന്ന് പറഞ്ഞാൽ നിർവികാരമായിട്ടിരിക്കുന്ന രീതി. അതിന് വേറെ ഒന്നും വേണ്ട. പക്ഷേ എന്നാൽ എത്ര വളരെ സ്ട്രെസ്സുള്ള ആളാണെങ്കിലും ശരി, ഈ അതായത് ഡയാലിസിസ് ചെയ്യണ പോലെ നമ്മളുടെ രീതിയിലുള്ള ആ മെഡിറ്റേഷൻ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് പവറായി. അതായത് ഒരു മോട്ടറൊക്കെ ഓടണമെങ്കിൽ അതിന് സ്വിച്ച് ഓൺ ചെയ്താൽ പെന്നോ ചൂടായി കഴിഞ്ഞാൽ ഓടിക്കൂല്ലേ, പമ്പൊക്കെ ഓടണമാതിരി. അതേമാതിരി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് അനുഭവം ഉള്ളത് കൊണ്ട് അതൊക്കെ സത്യമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. അതെ, എപ്പോഴും നമ്മൾ അനുഭവത്തിൽ ശരിയാണല്ലോ, മെഡിസിൻസ് ഒക്കെ പോലെ. റൈറ്റ്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള ഇതൊരു തെറ്റിദ്ധാരണയാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പം നമ്മൾ യോഗ ചെയ്യണമെങ്കിൽ യോഗ മാറ്റ് വേണം അല്ലേ? അപ്പം നമ്മൾ പല മെറ്റീരിയൽസിൽ നമ്മൾ യോഗ മാറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ചിലർ പായൽ ചെയ്യാറുണ്ട്, ചിലർ പുൽപ്പായൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ചിലർ ശരിക്കും മറ്റേ നമ്മൾ റബ്ബറിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിൻ്റെ മാറ്റിൽ ചെയ്യാറുണ്ട്. ചിലർ പറയുന്നുണ്ട് പണ്ടത്തെ പോലെ ആൾക്കാർ ഈ മറ്റേ തൊലികളിൽ, മൃഗങ്ങളുടെ തൊലികളിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അത് ഓരോരുത്തർ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് വേണ്ട സ്വഭാവം അനുസരിച്ചാണ് മൃഗങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അല്ല സർ, അത് ചിരിച്ചു. അപ്പം ഞാൻ ചോദിച്ച മണ്ടത്തരമാണെന്ന് മനസ്സിലായി. അപ്പോൾ അതൊന്ന് തിരുത്തി തരണം, കാരണം എനിക്കിതിനൊരു ഉത്തരം കിട്ടിയാൽ കൊള്ളാമെന്ന്. അല്ല, മണ്ടത്തരമല്ല, ഇതെല്ലാം കേൾക്കുമ്പോൾ അതിലൊരു സത്തുണ്ട്, അതിലൊരു ബേസ് ഉണ്ട്. വെറും നിലത്ത് ചെയ്യാൻ പാടില്ല എന്ന്. അതെന്തുകൊണ്ടാണ് അല്ലേ? അതെ. ഇപ്പം ഈശ്വരന്മാരുടെ ഇതാണെങ്കിൽ പുലിത്തോലിലിരിക്കണം, മാൻതോലിലിരിക്കണം. സന്യാസിമാരാണെങ്കിലും മാൻതോലിലിരുന്ന് ചെയ്യണം. ഇതൊന്നും ഇല്ലാത്തവർ നമ്മൾ സാധാരണ നാട്ടിലെ പുൽപ്പായിലിരിക്കണം, അല്ലെങ്കിൽ കമ്പിളിയിലിരിക്കണം, ഇല്ലെങ്കിൽ റബ്ബർ മാറ്റിലിരിക്കണം. ഇതിൻ്റെ എല്ലാം ബേസിക് എന്താണെന്നാണ് താങ്കൾക്ക് അറിയേണ്ടത്. അതായത് യോഗാസനങ്ങളല്ല, ഏത് വ്യായാമം ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മാറിയിട്ട് നമ്മൾക്ക് ഭയങ്കര ഹീറ്റപ്പായി വരണു. അപ്പോൾ നമ്മളുടെ ആ മാഗ്നറ്റിക് പവർ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ യോഗയിലാകുമ്പോൾ നമ്മുടെ വിഷയം അതാണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെറും നിലത്ത് ചെയ്യരുത്. ഇനി പുലിത്തോലിലിരുന്ന് ചെയ്താൽ പുലിയുടെ മാതിരി നമ്മൾ ദേഷ്യവും അല്ലെങ്കിൽ മാംസബുക്കാവില്ല. മാൻതോലിൽ ചെരുന്ന് ചെയ്താൽ അതേമാതിരി വലിയ ഒരു ശാന്തമൃഗം പോലെ ആകില്ല. ഇതിൻ്റെ എല്ലാം ബേസിക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഊർജം എർത്ത് ചെയ്ത് പോകരുത്, അത് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ക്ഷീണം പറ്റും, നമ്മൾ ചെയ്യുന്നതിന് കുറച്ച് ക്ഷീണം പറ്റും ശരീരത്തിന്. അതാണ് അതിൻ്റെ കാര്യം. അല്ലാണ്ട് ഒരു തെറ്റിദ്ധാരണയല്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ്, ഒരു ആചാരമല്ല. അതിൻ്റെ പണ്ട് ഉദ്ദേശിച്ചേക്കണേ ഇതാണ്. അത് ഇതേമാതിരി വ്യക്തമായിട്ട് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, ചിന്തിക്കണില്ല. അതാണ് അതിൽ വരുന്ന ഒരു ചെറിയ അപാകത. മനസ്സിലായി. തെറ്റെന്ന് ഞാൻ പറയില്ല, അപാകത. കാരണം
ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ബോഡി എർത്താകരുത്. മനസ്സിലായി. അതാണ് അതിൻ്റെ കാര്യം. അതെന്ത് മെറ്റീരിയൽ ആയാലും കൊള്ളാം, നോൺ കണ്ടക്റ്റീവ് സർഫേസ് ആയിരിക്കണം. ഞാനാണെങ്കിൽ ഇപ്പോൾ നടത്തുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾ വിനൈൽ ഫ്ലോറിങ്ങാണ് ചെയ്തേക്കണേ. അത് കാര്യം ഇതാണ്, നീറ്റാക്കാനും എളുപ്പമുണ്ട്, വളരെ സുഖമാണ്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. അല്ലാണ്ട് ഒരു മൃഗത്തിൻ്റെ മുതുകത്ത് കയറിയിരിക്കണ തോലിരുന്നാൽ പറ്റില്ല. യോഗയിൽ തന്നെ നമ്മൾ പല ആസനങ്ങൾ ചെയ്യുമ്പോഴും അതിന് ഇട്ടേക്കുന്ന പേര് പലതും പല മൃഗങ്ങളുടെ പേരാണ് അല്ലേ? ഇപ്പം നമ്മൾ അല്ലെങ്കിൽ കുറച്ച് മറ്റേ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളുടെ പേരായിട്ടേക്കുന്നത്. അപ്പം മനുഷ്യർ അങ്ങനെ പല മൃഗങ്ങളുടെ പോസിൽ നിന്നുകൊണ്ട് ആണ് അത് യോഗ ചെയ്യണത്. അതിൻ്റെ ബെനിഫിറ്റാണ് അവിടെ ശരീരത്തിന് കിട്ടുന്നത്. അപ്പോൾ ഒരു എത്രത്തോളം ഡൗൺ ടു എർത്തിനെ ടച്ച് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നതിനോട് ഒരു ഉദാഹരണം കൂടിയാണത്. അല്ല, അതിനെ എല്ലാം നമ്മൾ ഇങ്ങനെ അനുകരിക്കുന്നത് അതുപോലെ ശരീരത്തിന് വഴക്കം കിട്ടുക എന്നുള്ളതിനാണ്, നിലത്ത് ടച്ച് ചെയ്യാനല്ല. ഓക്കെ ഓക്കെ. അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കണം. നേച്ചറിനോട് അത്രയും അടുക്കല്ലേ നമ്മൾ? നേച്ചറിനോട് അത്രയും അടുക്കല്ലേ? ഇത് പ്രകൃതി ജീവനമാണല്ലോ. പ്രകൃതിയിൽ നമ്മൾ മനുഷ്യന്റെ ഒരു സംഭവങ്ങളും അവിടെ അനുകരിക്കുന്നില്ല, പകരം പ്രകൃതിയിലുള്ള മറ്റു കാര്യങ്ങളാണ് അതിനകത്ത് അനുകരിക്കുന്നത് കൂടുതലും. ഓക്കെ ഓക്കെ. അപ്പം ഇത് നമ്മൾ ആ കാക്ക എങ്ങനെ ഇരിക്കുന്നു, കൊക്ക് എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ പർവ്വതം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരുടെ അടുത്ത് അങ്ങനൊരു ഡൗട്ട് എനിക്ക് വന്നതാണ്. അപ്പം നമ്മൾ ഇവരുടെ ആസനങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്നതിനും ഉണ്ട്. അപ്പോൾ അവർക്കൊരു മറുപടി എന്താണ്? നമ്മൾ ഓരോ രീതിയിൽ വളയുകയും തിരിയുകയും പിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കെലിറ്റൻ്റെ സ്ട്രക്ചറും കൂടി ഘടനയും കൂടി നോക്കിയിട്ടാണ് വളയുകയും തിരിയുകയും പിരിയുകയൊക്കെ ചെയ്യിക്കണത്. ആ ഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ചെയ്താൽ അത് ശരീരത്തിന് കേടാവും. പിന്നെ ഇതിനെല്ലാം വളയ്ക്കുകയും തിരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി ചെയ്യിക്കുന്നത് മാംസമാണ്, മസിലാണ്. ആ മസിലിനെ നിയന്ത്രിക്കുന്നത് രക്തഓട്ട ഞരമ്പുകളാണ്. ഇതാണ് പ്രകൃതിയായിട്ട് അങ്ങോട്ട് പോണത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ കൈ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള കാര്യം നമ്മുടെ എല്ല് ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് സ്ട്രക്ചറാണ്. പണിയെടുക്കുന്നത് നമ്മുടെ മാംസപേശികളാണ്. ഇങ്ങനെ മടക്കി ഒരു വെയിറ്റ് എടുക്കുമ്പോൾ ഈ മസിലാണ് അതിനെ പൊക്കിയെടുക്കുന്നത്. ഇവിടെ ജോയിൻ്റ് കൃത്യമായിരിക്കണം, അത് പതുക്കണം അഴക്കണം. അപ്പോൾ ഈ സ്ട്രക്ചർ നോക്കണ്ടേ? അത് വേണം വേണം, കറക്റ്റ്. ഇങ്ങോട്ട് വരുമ്പോൾ അതാണ് ഓവർലോഡ് എടുക്കരുത്. ഓവർലോഡ് എടുത്താൽ അതിന് ക്ഷീണം വരും. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് സ്ലിപ്പായി പോവും, ചിലർക്ക് ലിഗമെൻ്റ് ജാമായി പോവും, ചിലർക്ക് വേസ്റ്റ് ആവും, ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശരീരപ്രകൃതി അനുസരിച്ച് ചെയ്യിക്കണം എന്ന് പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ. നമ്മൾ ഒരു സൈഡിൽ ശരീരം ഒരു ടെമ്പിളാണെന്നും അത് നമ്മൾ നല്ലപോലെ വൃത്തിയായി സൂക്ഷിക്കണമെന്നും അതിനകത്ത് ആത്മാവ് കുടികൊള്ളുന്നെന്നും പറയുന്നെങ്കിലും വേറൊരു സൈഡിൽ ശരീരം അനശ്വരമല്ലല്ലോ, അത് നശിച്ചു പോകുന്നതാണല്ലോ, പിന്നെ എന്തിനാണ് ശരീരത്തിന് ഇങ്ങനെ സൂക്ഷിക്കുന്നത്, നമ്മൾ ആത്മാവിനെ മാത്രം സൂക്ഷിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരു മറുവാദമുണ്ട്. അത് ആധ്യാത്മികമായിട്ട് വരുമ്പോൾ ഇല്ലേ? അതെ. അപ്പോൾ ഈ യോഗ എങ്ങനെ ഈ രണ്ടിനെയും കൂടി പിടിച്ചു നിർത്തുന്നതാണ്? ശരീരത്തിനെ വൃത്തിയാക്കുന്നു, നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ വെൽബീയിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെയും കൂടി എത്രത്തോളം ബാധിക്കുന്നുണ്ട് യോഗ? ഇത് ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു, ശരീരം ഒരു പാത്രമാണ്, അതിലെടുക്കുന്ന സാധനം. അതാണ് ഓരോ ജീവികളിലും പറഞ്ഞത്. ആ പ്രാണൻ കയറി ഇറങ്ങുന്നത് കൊണ്ടാണ് ഇതിരിക്കണത്. ഇത് കയറി ഇറങ്ങിയിരിക്കണ ശരീരമില്ലെങ്കിൽ പ്രാണനും കയറാൻ പറ്റൂല. അതായത് യൂണിവേഴ്സൽ ലോ ഉണ്ട്. പണ്ട് കാരണവന്മാർ പറയുന്നുണ്ട്, ചുമരില്ലാതെ ചിത്രം എഴുതാൻ പറ്റൂല. പച്ച മലയാളം. ആ ചുമര് എന്ന് പറഞ്ഞത് ശരീരമാണ്, അവിടെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ആ ചിത്രം എഴുതുന്നത് എന്ത് ചിത്രം എഴുതാം. ആ ചിത്രം എഴുതണമെങ്കിൽ ജീവനുള്ള ഇതായിരിക്കണം, ജീവനുള്ള കാര്യങ്ങൾ. ഇപ്പം നല്ലൊരു ഒരു ഡ്രോയിങ് വരയ്ക്കുകയാണ്, അതിന് ബ്രഷ് വേണം, പെയിൻറ്റ് വേണം. ആ പെയിൻറ്റ് എങ്ങനെയുള്ളതായിരിക്കണം, അതിനസ്ഥിരമായിരിക്കണോ അസ്ഥിരമായിരിക്കണോ, ഇതെല്ലാം സൂക്ഷിക്കണം. അങ്ങനെ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണില്ല. അതാണ് കാര്യം. ഇപ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇതുണ്ട്. കടയിൽ ചെന്ന് ഇന്ന ഓർഡർ ചെയ്തു,
അതിൻ്റെ ടേസ്റ്റ് പലതും മാറി വന്നു. എന്താ അതിൽ ചേർക്കുന്ന മസാലയുടെ കൂട്ടാണ്, അതിൻ്റെ ഏറ്റക്കുറച്ചിലാണ്. ഒരു സാധനത്തിന് എരിവ് തന്നെ ഉണ്ട്, ഉപ്പിടാൻ മറന്നുപോയി, കഴിക്കാൻ പറ്റുമോ? അതേപോലെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് എന്ത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അതൊക്കെ പോണത്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനും ഉള്ള കാര്യം ഇതാണ്. സാർ, ഇത്രയും വർഷത്തെ യോഗയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ഏറ്റവും നമുക്ക് പറയത്തില്ലേ, നമ്മൾ മനസ്സങ്ങ് നിറഞ്ഞു അല്ലെങ്കിൽ ധന്യമായി എന്ന് തോന്നുന്നൊരു മുഹൂർത്തം സാറിൻ്റെ ലൈഫിൽ നിന്ന് ഓർത്തെടുക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റോ ഒരു സംഭവമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? അങ്ങനെ ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഇളയ സഹോദരി ഉണ്ടായിരുന്നു. അത് മാരേജ് കഴിഞ്ഞിട്ട് 11ാം മാസം മരിച്ചുപോയി. ആ 11 മാസത്തിൽ 3 മാസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതിൻ്റെ ബേസിക് ലുക്കേമിയ നമുക്കറിയില്ല. അതിൻ്റെ മുമ്പിൽ അവൾക്ക് എൻ്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, വലിയേട്ടൻ, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഒരു കാലത്ത് ഈ ഇത് നാട്ടു സൂക്കേടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുപോലെ ടൈഫോയിഡിൻ്റെ കാലമായിരുന്നു. ആ ടൈഫോയിഡുമായിട്ട് ജ്യേഷ്ഠൻ മരിച്ചുപോയി. അപ്പോൾ അന്ന് അതിന് 90ാം പനി എന്നാണ് പറയുക. ഒന്നുകിൽ ആളെ തട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു അംഗം മുടങ്ങുന്നതാണ് അന്നത്തെ വൈദ്യശാസ്ത്രം വെച്ച് പറയണത്. അതുപോലെ അനുജത്തിക്കും ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പനിയും വരലും ഒരു അലർച്ചയൊക്കെ തുടങ്ങി. അപ്പോൾ പ്രേതം കൂടുക എന്ന് പറഞ്ഞ് പൂജയൊക്കെ നടത്തേണ്ടി വന്നു. ഒരു രക്ഷയില്ല. ലാസ്റ്റ് ലിസി കൊണ്ടുപോയിട്ട് ജോസഫ് കുര്യൻ വന്ന ഇടയ്ക്കാണ് ഡോക്ടർ. അദ്ദേഹം പറഞ്ഞു ഒരു 2 ആഴ്ച നോക്കി കഴിഞ്ഞപ്പോൾ എന്നോട് വളരെ ഇതായിട്ട് പറഞ്ഞു, ആരൊക്കെയുണ്ട് വീട്ടിൽ, എല്ലാ ചരിത്രമൊക്കെ ചോദിച്ചിട്ടപ്പം അമ്മ 1 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശ്രദ്ധിക്കണം, രക്തം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് അമ്മ മാത്രമല്ലേ എനിക്ക് ഒരു ദിവസം പറഞ്ഞു, ഡോക്ടർ അമ്മയും കൂടി കൊണ്ടുവന്നിട്ട് കാണിച്ചോളാൻ പറഞ്ഞു. ഒന്നും പറയണ്ട, കുറച്ച് ദിവസം ഇവിടെ കിട്ടാൻ. ഒരാഴ്ച അമ്മ കൂടെ നിന്ന് ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞിട്ട് 8ാം ദിവസം ആൾ പോയി. ഇതൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും തകർന്ന സമയം. അപ്പോൾ ഇതിന് മരുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ എന്ത് വേണം? ഇതും കൂടി പിന്നെ കൂടിയിട്ട് അങ്ങനെ ആലോചിച്ചിട്ട് എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ നമ്മൾ സ്ഥാപനമൊക്കെ തുടങ്ങിയത്. ഇത് എന്തോരം വിപുലപ്പെടുത്താൻ പറ്റുമോ അതനുസരിച്ച് കിട്ടണമെന്ന്. അന്ന് ഞാൻ മുഴുവൻ തകർന്നു പോയി. അതാണ് ഏറ്റവും വലിയ കാര്യം. അതോടുകൂടി തന്നെ എൻ്റെ അമ്മയ്ക്ക് അതേമാതിരി മെൻ്റൽ ഇതായി. എവിടെ നോക്കിയാലും ദേ അവൾ വന്നു, ദേ ശാരദ വന്നു എന്ന് പറഞ്ഞിട്ട്, ശാരദ എന്ന പേര്. അതാണ് അങ്ങോട്ട് പോയി. അത് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ട് വരും. അതാണ് ഏറ്റവും വലിയൊരിത്. അപ്പം നമ്മൾ ഇതേമാതിരി ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചും ഇപ്പം എല്ലാവരോടും പറഞ്ഞാൽ റിസർച്ചാണ്, അവർ കളിയാക്കും. അതിന് ഞാൻ അന്ന് മുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആയുർവേദമൊക്കെ ഒരുപാട്. അപ്പോൾ അതിന് ബേസിക് കണ്ടു, രക്തപിത്തം എന്നുള്ളതാണ് അസുഖം. അതാണ് ലുക്കേമിയ. അതായത് രക്തത്തിൽ ഇതൊക്കെ പോയിട്ട് എങ്ങനെയായി പോവും. ഇതാരോടും പറ്റുമോ? ചിലരോട് പറയാം, ഓരോ ഇതൊന്നും പറയില്ല. അവർക്ക് അതിനനുസരിച്ചുള്ള കഷായങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറയും. ഈശ്വരാനുഗ്രഹം കൊണ്ട് പലരും രക്ഷപ്പെട്ടുകൊണ്ട്. ഇത് പറഞ്ഞാൽ എന്നെ ആൾക്കാർ ഭ്രാന്തനാക്കും. അതുമല്ല IMAക്കാരൊന്നും സമ്മതിക്കില്ല, വലിയ ശാസ്ത്രജ്ഞന്മാർ കിടക്കുകയല്ലേ. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ അന്ന് മുതൽ നമുക്ക് ഒരു റിവഞ്ചാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് എത്ര ആളെ രക്ഷിക്കാൻ പറ്റുമോ അത് നോക്കുക, പണിയെടുക്കുക, വി ഡോണ്ട് മൈൻഡ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലിയും കൂടി രാജിവെച്ചിട്ട് കാശും കൊണ്ടുവന്നിട്ട് സ്ഥാപനം തുടങ്ങിയത്. ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ജോലി രാജിവെച്ചത്. നേരത്തെ തുടങ്ങി അത് ഇമ്പ്രൂവ് ചെയ്യാൻ. അതാണ് ഏറ്റവും വലിയൊരു വിട്ടു. എല്ലാം വേറെ ഒരുപാട് അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതിലൊന്നും നെവർ മൈൻഡ്, തളരാതെ മുന്നോട്ട് പോകും. അതെ, റൈറ്റ്. അപ്പോൾ ഇതൊരു സർവീസ് ഫീൽഡാണ്. ആരെല്ലാം എന്തെല്ലാം നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും അവനൊരു അപകടം പിടിച്ചിട്ട് വന്നുവെന്ന് കണ്ട ഉടനെ ആളെ നോക്കില്ല. നമ്മുടെ മുമ്പിൽ വന്നേക്കണ ഒരു രോഗിയാണ്. അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ചെയ്യിച്ചോടെ ഉടനെ ഹെൽപ്പ് ചെയ്യും. അതാണ് എൻ്റെ മക്കളും ചെയ്യണത്. ഉറപ്പായിട്ടും അതൊരു വലിയ ലെഗസി തന്നെയാണ് സാർ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അത് വലിയൊരു രഹസ്യമാണ് ഞങ്ങളുടെ.
കാരണം ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, ഏതുമില്ല. എക്സാമ്പിൾ ഒരുപാട് വലിയ വലിയ വക്കീലന്മാർ, പോലീസുകാരും എല്ലാവരും വന്ന് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. ഒരുപാട് ആളെ സർവീസ് ചെയ്യാൻ പറ്റി. അതാണ് എനിക്കുള്ള ഇതിലെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. അപ്പോൾ അത്രയും ഞാൻ താഴത്തോട്ട് പോരുകയാണ്. ഓക്കെ. അപ്പോൾ യോഗയുടെ മഹത്വമാണ് താങ്കൾ ആദ്യം ചോദിച്ചത്. ആ യോഗയിലേക്ക് വരാനുള്ള കാര്യമാണ് ചോദിച്ചത്. അങ്ങനെയാണ് ഇതിലേക്ക് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ഈ സ്ഥാപനമായിട്ട് ഓരോരുത്തരെ ഇങ്ങനെ കയ്യും കാലുമൊക്കെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. സാർ, ഇപ്പോൾ നമ്മൾ പണ്ട് യോഗയുടെ വളരെ നമ്മൾ പറയാം അവിടെ ഒരു സെൻറ്റർ, ഇവിടെ ഒരു സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ല നല്ല സെൻറ്റേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും അതിലിങ്ങനെ ആൾക്കാർക്ക് ഒരു പ്രചാരം എന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല, പോപ്പുലർ ആയിരുന്നില്ല യോഗ. ഇപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ യോഗ ഡേ ഭാരതത്തിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കുകയാണ് അല്ലേ? ആ ദിവസം ശരിക്കും നമുക്കൊരു ആഘോഷമുള്ള ദിവസമാണ്. പിന്നെ ഇനി നമ്മുടെ യോഗയുടെ ഫ്യൂച്ചർ സാർ എന്താണ് കാണുന്നത്? യോഗയുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതെല്ലാവരും എൻ്റെ സ്വന്തമാക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് യോഗ വളരെയധികം മുമ്പോട്ട് പോവുകയേ ഉള്ളൂ. കാരണം ആവശ്യക്കാർ ഒരുപാടായി. അതാണ് കാര്യം. അതായത് നല്ലവരെ ഒക്കെ ഒരു ഇത് പറയാം, ഒരാൾ നന്നായി കഴിഞ്ഞാൽ അതെല്ലാം എൻ്റെ സ്വന്തമാണ്, എൻ്റെ ബന്ധുവാണ്, എല്ലാം എൻ്റെ കസിനാണെന്ന് ഇംഗ്ലീഷിൽ പറയും. ഇല്ലെങ്കിൽ കൊള്ളരുതാത്തവെന്ന് പറയും. അപ്പം അതിന് പകരം എല്ലാം കസിനാണ്, എല്ലാവർക്കും യോഗ വേണം എന്നൊരാഗ്രഹം വന്നിട്ടുണ്ട്. അതും വരുത്തിയത് വേറൊന്നും പറഞ്ഞ് നമുക്ക് രാഷ്ട്രീയമൊന്നും പറയലല്ല. ഭാരതത്തിൽ നിന്ന് പോയിട്ട് ഉള്ള ഇതാണ് ഒരുപാട് കലകൾ. നമ്മുടെ ബുദ്ധസന്യാസിമാരുമൊക്കെ ഇതിന് പോയിട്ട് അവരൊക്കെ പുറത്തേക്ക് പോകുന്നത് വെറുതെ അല്ല. എക്സാമ്പിൾ ഇവിടെ ചൈനീസും നേപ്പാളുകാരൊക്കെ ഒന്നാന്തരം അഭ്യാസികളായിട്ടാണ് പുറത്തേക്ക് പോയിക്കണേ. കാരണം ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതിനാണ് അവർ അഭ്യാസം പഠിച്ചത്. അവരൊക്കെ ഇതാണ്, അവർ കാവ്യ പിടിച്ചിരിക്കുന്നുണ്ട്. അവരെ ആക്രമിച്ചാൽ ഒരു രക്ഷ ഉണ്ടാവില്ല, അവർക്ക് ആയുധമൊന്നും വേണ്ട. അപ്പോൾ അതേപോലെ യോഗയ്ക്ക് യാതൊരു തകർച്ച ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ പരന്ന് കിടന്നിരുന്നത് ഐക്യരാഷ്ട്രസഭയിൽ ഏതാണ്ട് 190-96 ആൾക്കാർ കൂടിയപ്പോൾ ഇന്നിരിക്കണ പ്രധാനമന്ത്രി അവിടെ അതിൽ കൈകടത്തിയിട്ട് യോഗ നമ്മുടെ സാധനമാണ്, മയൂരസിംഹാസനമൊക്കെ ബ്രിട്ടീഷുകാർ കട്ടുകൊണ്ടിട്ട് അതൊക്കെ തിരിച്ചു മേടിച്ചിട്ടുണ്ട്. പാർട്ടി പറയല്ല, അതിൻ്റെ നയം ഉപയോഗിച്ചിട്ട് ഓരോന്ന്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇത് ഭാരതീയ കലയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ രാജ്യക്കാരും കൂടെ കൂടി തീരുമാനിച്ചതാണ്. അത് ഇപ്പം നമ്മൾ ആഘോഷിച്ച് കഴിഞ്ഞാൽ ജൂൺ 21. ആ ജൂൺ 21 എന്ന് പറഞ്ഞ ദിവസം തീരുമാനിച്ചത് ജർമ്മൻകാരനാണ്. ഓക്കെ. അതിൻ്റെ ഇമ്പോർട്ടൻസ് കാരണം ഇമ്പോർട്ടൻസ് അവൻ ഭയങ്കര ശാസ്ത്രം, ജർമ്മൻ്റെ തലാന്ന് നമ്മൾ പറയുന്നത് സാധാരണ. കാരണം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ അന്ന് രാവും പകലും ഈക്വലാണ്. എനിക്ക് കിട്ടിയ എൻ്റെ കൺസെപ്റ്റിൽ രാവും പകലും ഈക്വലാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് ഇപ്പോൾ എല്ലാവരും ആഘോഷിച്ചു വരുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ കലയാണ്, അതിലുള്ള ഈ യാഥാർത്ഥ്യമാണ്, പ്രകൃതിയുടെ നിയമത്തിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ്. അതിൽ ഞാനീ പറഞ്ഞ മാതിരി ജാതിയോ മതമോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് യോഗ എന്നുള്ളത് ലോകമുള്ള കാലത്തോളം നശിക്കില്ല, യാതൊരു തർക്കവും ഇല്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഓരോരുത്തർ സ്വന്തമാക്കാൻ നടക്കുന്നുണ്ട്. ആരുടെയെങ്കിലും സ്വന്തമാവോ? ഫോർ എവരിബഡി. ഇത് ലോകത്തിലെ ഓരോ ജീവികൾക്കും. അതാണ് ഓരോ ജീവികളുടെ ഓരോ ചലനങ്ങളും ഇതിൽ മയൂരാസനം, മയിൽ നിൽക്കണ മാതിരി, ഭുജംഗാസനം സർപ്പം നിൽക്കണ മാതിരി, വ്യാഘ്രാസനം കടുവ നിൽക്കണ മാതിരി, ഇങ്ങനെ ഓരോ പേരുകളുണ്ട്. നമ്മൾ ഉഷ്ട്രാസനം, കാമൽ പോസ്, ഒട്ടകം നിൽക്കണ മാതിരി, അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ സ്കെലിറ്റൺ എങ്ങനെ വർക്ക് ചെയ്യണോ, ബോഡി പോസ്ചർ എങ്ങനെ വന്നോ, അപ്പോൾ ശരീരത്തിൻ്റെ ഏതേത് ഭാഗങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യണോ അതിനെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യിക്കണേ. അതെല്ലാവരെയും കൊണ്ടും ചെയ്യിക്കാൻ പറ്റുമോ? പ്രായവും ഇതില്ല. തിരിച്ചറിവ് ആയിക്കഴിഞ്ഞാൽ ഒരു 6 വയസ്സ് കഴിഞ്ഞാൽ പഠിക്കാൻ തുടങ്ങാം. അതിന് ഉദാഹരണം നമ്മളുടെ സംഘടനയൊക്കെ ചെയ്യണത്. ഇന്ത്യൻ യോഗ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ 81 രജിസ്റ്റർ ചെയ്തതാണ്. 83 മുതൽ നമുക്ക് അതിനു മുമ്പേ ഞാൻ എൻ്റെ സ്ഥാപനം തുടങ്ങി 1970 ഇവർ തുടങ്ങുന്നതിന് മുമ്പേ.
71 വേൾഡ് ഇതെന്ന് പറഞ്ഞിട്ട് ആനന്ദ് ശിവറാമിൻ്റെ കെയർ ഓഫിൽ ഇവിടെ യോഗ ക്ലാസ് എറണാകുളത്ത് തുടങ്ങിയത്. മനസ്സിലായി. അന്ന് അവർ വാങ്ങിച്ചിരുന്ന ഫീസ് 50 രൂപയാണ് ഒരാൾക്ക്. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ 1 രൂപയാണ്. ഞാനിവിടെ 1 രൂപയ്ക്ക് പഠിപ്പിക്കണം, മറ്റൊരു 50 രൂപയ്ക്ക് പഠിപ്പിക്കണം. കാരണം സായിപ്പല്ലേ, സായിപ്പിൻ്റെ ഇതിന് മൂത്രത്തിന് വില കൂടുമില്ലേ. നമ്മളിത് ഓരോന്ന് ആലോചിച്ച് രുചിച്ചറിഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് താങ്കൾ ഒട്ടും ഭയപ്പെടേണ്ട. യോഗ എന്ന് പറഞ്ഞാൽ ഈ ലോകം ഉള്ളിടത്തോളം കാലം, ജീവികൾ ഉള്ളിടത്തോളം കാലം ഉണ്ടാവും. ഇപ്പോൾ 60 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ ചെറുപ്പക്കാരാക്കുന്ന രീതിയിൽ നടത്തിക്കുകയൊക്കെ ചെയ്യുന്ന താങ്കളെ പോലുള്ള വലിയൊരു അല്ല, ഇത് ഞങ്ങൾ പറഞ്ഞില്ലേ, നമ്മുടെ ഏജ് ഗ്രൂപ്പ് 8 വയസ്സ് മുതൽ 14 വയസ്സ്, 14 വയസ്സ് 20, 20 30, 30 40, 40 50, 50 60, 60 70, ഇപ്പം 70ൻ്റെ മുകളിലേക്ക്. അതെ, അതവരുടെ ശരീരം നിലയനുസരിച്ച് അതിനനുസരിച്ചുള്ള ഐറ്റം അവർക്ക് പ്രാക്ടീസ് ചെയ്യിക്കും കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ മത്സരമായില്ലേ, മത്സരം എന്നൊരു ഒരു ഇതായില്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇത് ശീലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പറ്റീഷൻ നടത്തുന്നത്. ഉറപ്പായിട്ടും 1000 ആളായാലും 100 ആയാലും ഫസ്റ്റ് പ്രൈസ് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാർ പഠിച്ച് ഇതിന് വന്നില്ലെങ്കിൽ മത്സരം നടത്താൻ പറ്റുമോ? അതാണ് അതിൻ്റെ ബേസിക്ക്. ഓക്കെ. അതുകൊണ്ട് ഞങ്ങളുടെ ഇത് പറഞ്ഞാൽ നമ്മളുടെ ഒരു മുദ്രാവാക്യമുണ്ട്, യോഗാസനങ്ങൾ പരിശീലിച്ച് രോഗവിമുക്തരാകുവിൻ, നിത്യയൗവനം കരസ്ഥമാക്കി സമ്പന്നരാകുവിൻ. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി ഒരു ഉപദേശം ഇനി ആർക്കും കൊടുക്കാനുമില്ല. അപ്പം എന്തായാലും സർ, നമ്മൾക്കൊരു ചെറിയൊരു നട്ട്ഷെല്ലിൽ നിന്ന് എൻ്റെ ഒരു വിവരത്തിനനുസരിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ ജനങ്ങൾക്ക് പ്രദമാകുന്ന പോലെ ഞാൻ ചോദിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും സർ, സാറിൻ്റെ സമയത്തുനിന്ന് കുറച്ച് സമയമെടുത്ത് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇത്രയധികം ഇൻസൈറ്റ്സ് തന്നതിന് വളരെയധികം നന്ദി. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സർ. എല്ലാവർക്കും വേണ്ടിയിട്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആപ്തവാക്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണു, യോഗ സമസ്ത സുഖിനോ ഭവന്തു. യോഗ ലോകമല്ല, ലോകം മാറ്റിയിട്ട് യോഗ സമസ്ത സുഖിനോ ഭവന്തു. നമസ്കാരം. ഓക്കെ, നമസ്കാരം സർ. താങ്ക് യു. താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ.